ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പുഴുങ്ങാത്ത ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കാണ്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം കൂടി പോവാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ള എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. എള്ളൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വീണ്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ മാവ് ചേർത്ത് കൊടുക്കാൻ. മാവ് ചേർത്ത ഉടനെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. ഇപ്പോൾ ഈ മാവ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം കുറച്ച് സ്റ്റിക്കി ആയി തോന്നും. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണല്ലോ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ മാവ് ഇവിടെ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി വരും. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ മാവ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇത് ഉടച്ചെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ചൂടോടെ തന്നെയാണ് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കൈ ഒന്ന് പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്തതാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഈ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മളെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ മാവ് കുഴച്ചെടുത്ത പ്ലേറ്റിൽ തന്നെ ഒന്ന് കമത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പലക ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഒട്ടൽ വരാതിരിക്കാനാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തിക്നെസ് ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ തിക്നെസ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇത് ശരിക്ക് പൊങ്ങി കിട്ടൂല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ അത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കത്തി വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 4 മണി പലഹാരം മാത്രമായിട്ടല്ല, നിങ്ങൾക്കിത് കുട്ടികൾക്ക് ടിഫിനിലും കൊടുത്തയക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ. എല്ലാ ഭാഗവും തിക്നെസ് ഈവൻ ആയിരിക്കണം. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് കടായിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഒരു ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പം നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. എന്നാലേ നമുക്കിത് ശരിക്കും നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ.
അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ നല്ല തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പലഹാരത്തിന് നല്ലൊരു ക്രിസ്പിനെസ്സും കൂടി ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഡോ തയ്യാറാക്കി നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് കുട്ടികളുടെ ടിഫിനിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന നഗറ്റ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാവുക. വെറും 1 കപ്പ് റവ കൊണ്ടും 1 ഉരുളക്കിഴങ്ങ് കൊണ്ടും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. ഈ ഒരു സ്നാക്ക് കഴിക്കാൻ ടൊമാറ്റോ സോസോ ചട്നിയോ ഒന്നിൻ്റെ തന്നെ ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് എത്ര ക്രിസ്പിയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.